യെസ്, ഇനി പഠിച്ചാലും കിട്ടും. നമ്മുടെ +1 ഇനി നമുക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാർക്കുകൾ എത്രയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു 48 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആകെ പഠിക്കേണ്ടത് എത്രയാണ്, 5 ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് പറഞ്ഞില്ല. അപ്പോൾ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, സാറേ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നമുക്ക് പറഞ്ഞുതരോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 48 മാർക്കിന് കിട്ടാവുന്ന ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിക്കുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ചാപ്റ്ററിലും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 48 മാർക്ക് ഓരോ ചാപ്റ്ററിനും ഇത്രയും വെയിറ്റേജ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ചാപ്റ്ററുകളിൽ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കരുത്. എങ്ങനെ കുറച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചതെന്നല്ല, എല്ലാ കാര്യങ്ങളും മാക്സിമം നമുക്ക് എത്താൻ പറ്റുന്ന അത്രയും പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം പഠിച്ച് തീർക്കുക എന്നുള്ളത് തന്നെയാണ്. എനിവേ നമുക്ക് പറയുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ബിസിനസ് ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്റർ 1 ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ഏതൊക്കെയാണ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, നമുക്ക് ചോദിക്കാവുന്നതിൽ ഏറ്റവും ടോപ്പ് മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2 എന്ന് പറയുന്നത് 12 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ തേർഡ് ചാപ്റ്റർ കംസ് വിത്ത് പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ വെറും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഓൾ ടുഗദർ ഫസ്റ്റത്തെ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 24 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞ 48 മാർക്കിന്റെ ചാപ്റ്റർ മാത്രം പഠിക്കുകയല്ല വേണ്ടത്, യു ഷുഡ് ലേൺ എവറിത്തിങ്. പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ എപ്പോഴും എന്താണ്, കൂടുതൽ മാർക്കിന് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് തരിക എന്നുള്ളത് കൊണ്ടല്ലേ. ആൻഡ് ദ ഫോർത്ത് ചാപ്റ്റർ ബിസിനസ് സർവീസ്, നമുക്ക് ഓർമ്മയുണ്ട് സർവീസുകളുമായി ബന്ധപ്പെട്ട് പറയുന്ന 10 മാർക്കിന്റെ ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് വി ഹാവ് എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ് അല്ലെ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു എമർജിംഗ് മോഡ്, ഇ ബിസിനസ്സും ഇ കൊമേഴ്സും ഒക്കെ പറയുന്നത്. അവിടുന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആവുന്നതും അതുപോലെ തന്നെ പൊല്യൂഷനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പിന്നെയുള്ള 2 ചാപ്റ്റർ അഗെയിൻ ഒരു മോസ്റ്റ് മാർക്ക് എന്ന് പറയാം, 8 മാർക്കിന് 2 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ്, ഫോർമേഷൻ ഓഫ് എ കമ്പനി, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസും. നമുക്കറിയാം കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ കമ്പനിയുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പറയുന്ന 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, ഈ ചാപ്റ്റർ ക്യാരീസ് 8 മാർക്സ് അല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഹയസ്റ്റ് സ്കോർ ഉള്ള ചാപ്റ്റേഴ്സിൽ 2 ചാപ്റ്റേഴ്സ് ആണ്, ഫോർമേഷൻ ഓഫ് എ കമ്പനിയും അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസും. പിന്നെ MSME എന്ന് വെറും 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണുള്ളത്. ആൻഡ് അഗെയിൻ നമുക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടുന്ന് ഇന്റേണൽ ട്രേഡിൽ നിന്നാണ്, എക്സ്റ്റേണൽ ട്രേഡിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ആകെ 5 മാർക്ക് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ടുഗദർ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കണം, ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന 48 മാർക്കിന്റെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 48 മാർക്ക് കിട്ടാൻ നിങ്ങൾ പഠിക്കേണ്ട 5 ചാപ്റ്ററുകളിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ തന്നെ പറയുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മൾ 5 ഫോംസ് ഓഫ് ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ 5 ഫോംസും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. എഗെയിൻ എന്നാലും അതിൽ നിന്ന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോൾ പ്രൊപ്രൈറ്ററുടെ ഭാഗം നോക്കുക, പാർട്ട്ണർഷിപ്പിന്റെ ഭാഗം നോക്കുക, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നോക്കുക എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാറുണ്ട്. കാരണം അതിൽ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയും അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഐ ഫീൽ ഇറ്റ് ഫ്രം അതർ 2 ടോപ്പിക്സ് അതർ 3 ടോപ്പിക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ 12 മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് 48 മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ 5 ടോപ്പിക്സും അഡീഷണലി ചോയ്സ് ഓഫ് ഫോം ഓഫ് എ ബിസിനസ് എന്റർപ്രൈസ് എന്നുള്ള ഭാഗവും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ സോൾ പ്രൊപ്രൈറ്ററിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് അതേപോലെ തന്നെ അഡ്വാൻറ്റേജ് ആൻഡ് വി ഹാവ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഇത് കോമൺ ആണ്. നമുക്ക് ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്കും പാർട്ട്ണർഷിപ്പിനും ജോയിന്റ് സ്റ്റോക്കിനും കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഒക്കെ ഒരേപോലെ പഠിക്കാനായിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പഠിച്ചിട്ട് അതിൽ നിന്ന് ഫീച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് നോക്കുക. ഓക്കെ, അതാണ് അവിടെ സോൾ പ്രൊപ്രൈറ്റർ കുറിച്ച് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിൽ നിന്ന് ഇതേപോലെ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് കർത്തയുടെ കാര്യങ്ങളൊന്നും നോക്കി വെച്ചേക്കുക. പാർട്ട്ണർഷിപ്പിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സും പാർട്ട്ണർഷിപ്പ് ഡീഡും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്ത് നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കാരണം ഏറ്റവും വലിയ ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറയുന്ന സമയത്തും അതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടാണ്ട് എന്തൊക്കെയാണ് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി അവർ തമ്മിൽ ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് വി ഹാവ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് വിത്ത് ദ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ ഏറ്റവും അവസാനം ഏത് ഫോം ഓഫ് ചോയ്സ് ആണ് നമ്മൾ എടുക്കുക എന്നുള്ളൊരു ഭാഗം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ടുഗദർ ഇതെന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സെറ്റാക്കി പഠിച്ചു വെച്ചേക്കുക. ഇത്ര ടോപ്പിക്സ് ആണ് നമുക്ക് ആ ചാപ്റ്റർ 2 നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്മിങ് വിത്ത് ചാപ്റ്റർ 10, അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വിത്ത് 10 മാർക്ക് ചോദിക്കുന്നത് ഇന്റേണൽ ട്രേഡ് എന്നുള്ളതാണ്. ആൻഡ് വി ഹാവ് ഹോൾസെയിലറെ കുറിച്ചും റീറ്റെയിലറെ കുറിച്ചും പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സിലേക്കാണ് പോയത്. വി റിമെമ്പർ ഇറ്ററൻ ട്രേഡേഴ്സ് ആൻഡ് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആയിരുന്നു നമുക്ക് 2 റീറ്റെയിലേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ആൻഡ് ഇറ്ററൻ ട്രേഡേഴ്സിൽ നമ്മൾ ഇത്രയും പേരുടെ ഫീച്ചേഴ്സ് മാത്രമാണ് പഠിക്കുന്നത്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഫിക്സ്ഡ് ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്മോൾ ഷോപ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ലാർജ് റീറ്റെയിലേഴ്സ് ഉണ്ട്. ഈ 2 കോമ്പിനേഷനാണ് നമുക്കുള്ളത്.
പറയാനുള്ളത്. ഹിയർ ഓൾവേസ് ഈ പറഞ്ഞതുപോലെ ഈ 4 എണ്ണം നമുക്ക് എവിടെയാണ് സ്മോൾ ഷോപ്സിനാണ് വരുന്നത്. അഗെയിൻ ഇവിടെ ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗോ വിത്ത് ദാറ്റ്. ഓക്കെ, ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ വരുന്ന സമയത്ത് സ്മോളും ലാർജും ഉണ്ട്. സ്മോളിന്റെ ഭാഗത്ത് നിന്ന് ഈ 4 പേരെയും അവരുടെ ഫീച്ചേഴ്സും പഠിച്ചു വെക്കുക. കമ്മിങ് ടു ദ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് നമുക്ക് അഗെയിൻ ഒരു 6 പേരെ കുറിച്ച് പഠിക്കാനുണ്ട്. ഹിയർ വി കംസ് വിത്ത് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഇതൊക്കെ വെച്ച് പഠിക്കുന്നുണ്ട് നമ്മളെവിടെ ഈ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിന്റെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിച്ചു കഴിയും. കാരണം ഓരോന്ന് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സുമാണ് പറയുന്നതെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് ടോപ്പിക് ഒന്നും കൂടി വലുതാകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സമയം നോക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇത് പഠിക്കാനും ശ്രമിക്കുക ഓരോന്നിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 48 മാർക്ക് വാങ്ങാൻ വേണ്ടി ഈ 5 ചാപ്റ്റർ മാത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ നിൽക്കരുത്, പിശുക്കാൻ നിൽക്കരുത്, ഇതിൽ നിന്ന് ടോപ്പിക്ക് കട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇനി ഇതിലൊരു ഗാംബ്ലിംഗ് ഇല്ല. ഓക്കെ, ഇത് മൊത്തമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ബാങ്ക്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഭാഗത്ത് നോക്കിയാണ്. ആൻഡ് അഗെയിൻ ഇതിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നത് ബാങ്കിങ്ങിൽ നിന്നും ഇൻഷുറൻസിന്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് കാണാറുണ്ട്. ഈ പറഞ്ഞ ബാങ്ക്സ് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ആൻഡ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കാണ് ഇൻ ഡീറ്റെയിലേക്ക് പഠിക്കാനുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസും നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ആൻഡ് വിത്ത് ദ ഇ ബാങ്കിങ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ കമ്മിങ് ടു ദാറ്റ്, ആ ബാങ്കിങ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ 4 സർവീസുകൾ ബാങ്കിങ്ങിന്റെ ഭാഗത്ത് നിന്ന് അത്രയും ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. കമ്മിങ് വിത്ത് ഇൻഷുറൻസ് അല്ലെ, ഇൻഷുറൻസിന്റെ ഭാഗത്തുന്ന സമയത്ത് ഇൻഷുറൻസിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായാലും ഈ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 2 ടോപ്പിക്കും കൂടി പോകുന്നുണ്ട്. ടൈപ്സിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിന്റെ ഭാഗവും അതേപോലെ തന്നെ ജനറൽ ഇൻഷുറൻസും പറയുന്നുണ്ട്. അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. കമ്മ്യൂണിക്കേഷൻ പിന്നെ അത്ര ഇൻഡെപ്തിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഭാഗങ്ങൾ കൂടി പറയുന്നുണ്ട്. ഓക്കെ, ആ ഭാഗം കൂടി നോക്കി വെച്ചേക്കാം. ബട്ട് ഓൾ ടുഗദർ ഓൾവേസ് ദേ കംസ് വിത്ത് ബാങ്ക്, ഇൻഷുറൻസ് എന്നുള്ളതാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യേണ്ട, ഇനിയും വെട്ടിക്കുറയ്ക്കാൻ നിൽക്കേണ്ട, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വിത്ത് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം കമ്പനി ഫോം ചെയ്യാൻ 3 കാര്യങ്ങളാണുള്ളത്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള 3 ടോപ്പിക്സ് ആണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. പക്ഷെ പ്രൊമോഷന്റെ ഭാഗം ഒന്നുകൂടി ഇങ്ങനെ ഓരോന്നിൽ നിന്ന് തുടങ്ങി വീണ്ടും വീണ്ടും അത് എന്താവുന്നുണ്ട്, കൂടുതൽ ടോപ്പിക്സിലേക്ക് പോകുന്നുണ്ട്. ആദ്യം തന്നെ പറയുന്നത് പ്രൊമോഷൻ തുടങ്ങിയിട്ട് ഈ പ്രൊമോഷൻ പണിയെടുക്കുന്ന ഒരാൾ പ്രൊമോട്ടർ ആണെന്നും ആ പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസിലേക്കും നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഈ പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് എന്താണ്, പ്രിപ്പയറിംഗ് പ്രിലിമിനറി ഡോക്യുമെന്റ്സ് എന്നോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെന്റ്സോ എന്നുള്ളതാണ്. അപ്പം ഈ ഫംഗ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ പഠിക്കുക. അതിൽ നിന്നൊരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡോക്യുമെന്റ്സ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് എന്ന് പഠിക്കുന്നതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എംഒയും എഒയും എന്താണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എംഒ എന്താണെന്നും എംഒന്റെ കണ്ടന്റ്സ് എന്താണെന്നും ഈ ഭാഗം വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2 ഭാഗവും പഠിക്കുക. ഇവർ തമ്മിലുള്ള ഡിഫറൻസും ഒരു ചോദ്യമായി ചോദിക്കാറുണ്ട്. ഏത്, മെമ്മോറാണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും. ഓക്കെ, എംഒഎ മാത്രം ചോദിക്കാറുണ്ട്, എംഒയും അതിന്റെ കണ്ടന്റ്സും എന്താണെന്നത്. ഡോക്യുമെന്റ്സ് മാത്രം ചോദിക്കാറുണ്ട്, ഫംഗ്ഷൻസ് ഓഫ് ദ പ്രൊമോട്ടർ ചോദിക്കാറുണ്ട്. സോ ഓൾ ടുഗദർ ഈ ഭാഗത്ത് നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇൻകോർപ്പറേഷൻ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് അപ്പോൾ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. സെയിം ഡോക്യുമെന്റ് ആസ് ഇവിടെ പറഞ്ഞ ഡോക്യുമെന്റ് തന്നെയാണ് നമുക്ക് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ആയിട്ട് വരുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചോദിച്ചാൽ ആൻസർ ഈസ് സെയിം എന്നുള്ളതാണ്. കമ്മിങ് വിത്ത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, അതിന് ഒരു ചെറിയ സ്റ്റെപ്സ് ഉണ്ട്. ഒരു 5 സ്റ്റെപ്സ് ആണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ പറയാനുള്ളത്. അതിൽ നിന്ന് ഓരോ സ്റ്റെപ്പും ചിലപ്പം ഒരു 3 മാർക്കോ 2 മാർക്കോ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, സ്റ്റെപ്സ് മൊത്തത്തിൽ ചോദിക്കാണ്ട് അതിൽ ചോദിക്കാറുണ്ട് എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വി ഹാവ് നെക്സ്റ്റ് ചാപ്റ്റർ വിത്ത് ദ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഇറ്റ് ഈസ് ഓൾസോ ഈ പറഞ്ഞതുപോലെ തന്നെ 8 മാർക്കിനാണ് ചോദ്യമെങ്കിലും അത്യാവശ്യം പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ക്ലാസിഫിക്കേഷൻ, ഈ പറഞ്ഞതുപോലെ തന്നെ പീരീഡ്, ഓണർഷിപ്പ്, സോഴ്സ് ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് സോഴ്സസ് ആണ്, റീറ്റെയിൻഡ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിംഗ്, ലീസ്, പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇഷ്യൂ ഓഫ് ഷെയർസ്. അതിൽ തന്നെ 2 ഷെയർസിനെ കുറിച്ച് പറയുന്നു, ഇക്വിറ്റിയും പ്രിഫറൻസിനെ കുറിച്ച് പറയുന്നു, ഡിബഞ്ചർ പറയുന്നു, പ്രിഫറൻസിന്റെ ടൈപ്സ് പറയുന്നു, ഡിബഞ്ചറിന്റെ ടൈപ്സ് പറയുന്നു, ഇന്റർനാഷണൽ ഫിനാൻസിങ്, ഏതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ചോയ്സ്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. 2-3 ചാപ്റ്ററിൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഭാഗം ഒന്ന് നോക്കി വെച്ചേക്കണം. ചാപ്റ്റർ 2 പഠിക്കുന്ന സമയത്ത് അതിൽ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ നിന്ന് നമുക്കൊരു ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും തോന്നെ ഫൈനാൻസിൽ നിന്ന് ഏത് ഫൈനാൻസ് ആണ് അല്ലെങ്കിൽ ഏത് സോഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുമായി
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്ടേഴ്സും കൂടി പറയുന്നുണ്ട്. ആ ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഓൾ ടുഗദർ നോക്കുന്ന സമയത്ത് ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് 48 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ഭാഗം എന്തായാലും നോക്കി വെക്കണം എന്നുള്ളതാണ്. ഇനി ഞാൻ ഏതെങ്കിലുമൊക്കെ 1 2 വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സാറ് പറഞ്ഞില്ല വിടണ്ട, കാരണം 48 മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒക്കെ ചോദിക്കും. അപ്പം ഇതിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ എഗെയിൻ നമ്മുടെ ക്രാഷ് ബാച്ചിനെ കുറിച്ച് പറയാണ്. ഇപ്പോഴും ക്രാഷ് ബാച്ചിൻ്റെ അഡ്മിഷൻ നടന്നുകൊടുക്കുന്നുണ്ട്. ഇഫ് യു വില്ലിംഗ് ടു ജോയിൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം തന്നെ താഴത്തുള്ള ലിങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് എന്ന് പറയുന്നത് നേരെ കോഴ്സിലേക്കുള്ളതല്ല, ജസ്റ്റ് യു ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ആ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ മക്കളെ, താങ്ക് യു, ബൈ, സി യു.